ചേല നെയ്യുന്നവർ എന്ന അർത്ഥം വരുന്ന പദത്തിൽ നിന്നാണ് ചാലിയർ എന്ന വിഭാഗം ഉണ്ടായത്. ഇവർ ധാരാളമായി ഉണ്ടായിരുന്നത് കൊണ്ട് അവിടം ചാലിയമായി അറിയപ്പെടാൻ തുടങ്ങി. ഇവരുടെ വീടിനു ചുറ്റും നെയ്ത്തുശാലകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഷാലിയർ എന്ന് വിളിക്കപ്പെട്ടിരുന്നത്. എന്നാൽ രസകരമായ കാര്യം എന്താ വെച്ചാൽ നിലവിൽ ഇവിടെ നെയ്ത്തുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനങ്ങളും കാണാൻ സാധിക്കില്ല എന്നതാണ്. ഇബ്നു ബത്തൂത്തയും അബ്ദുൽ ഫിദായും റഷീദുദ്ദീനും ഒക്കെ ഇവിടുത്തെ നെയ്ത്തിനെയും നാടിനെയും ചേർത്തി ഷാലിയാത്ത് എന്നാണ് വിളിച്ചിരുന്നത്. ജനങ്ങൾ അന്ധവിശ്വാസങ്ങൾ വെടിഞ്ഞ് സൽപ്രവർത്തനങ്ങൾ അധികരിപ്പിച്ചപ്പോൾ എന്ന അർത്ഥം വരുന്ന സ്വാലിഹാത്ത് എന്ന അറബി വാക്കിൽ നിന്നാണ് ഷാലിയാത്ത് എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു. ഇന്ന് ചാലിയം എന്ന പേര് കേട്ടാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് മത്സ്യബന്ധനമാണ്. നിരവധി ബോട്ടുകൾ തിങ്ങി നിറഞ്ഞ പ്രദേശത്ത് നിന്നും ബേപ്പൂരേക്ക് ജങ്കാർ സർവീസും ഉണ്ട്. നിങ്ങൾ ആരൊക്കെ ജങ്കാറിൽ പോയിട്ടുണ്ട്? കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ ലൈനും ചാലിയത്ത് തന്നെയായിരുന്നു. അപ്പോൾ ആ കഥയാക്കിയാലോ അടുത്ത എപ്പിസോഡിൽ? അപ്പൊ ശരി, പാക്കലാം.